ഹായ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, രണ്ടാമത്തെ ചാപ്റ്റർ. ഇതിൽ ആദ്യം പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ചാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് an atom or group of atom is replaced with another atom or group of atom in a compound. അതായത് ഒരു കോമ്പൗണ്ടിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രജനെ മാറ്റി പകരം മറ്റെന്തെങ്കിലും ഗ്രൂപ്പ് വന്നു. അതേപോലെ ഏതെങ്കിലും ഒരു ആറ്റം ഗ്രൂപ്പിനെ മാറ്റിയിട്ട് പകരം മറ്റൊരു ഗ്രൂപ്പ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്ന റിയാക്ഷനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ഉണ്ട്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റിൽ ആദ്യം കുറച്ച് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഐഡിയ വരും. അതിനുശേഷം മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോകും. നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പേജ് ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു മീഥേൻ CH4 ആണ്. അവിടെ പ്ലസ് ക്ലോറിൻ കൊടുത്തിട്ടുണ്ട്. CH4 പ്ലസ് Cl2, CH3 Cl പ്ലസ് HCl, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് പോകും. വിച്ച് ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ഹിയർ. ഇവിടെ തന്നിരിക്കുന്ന ഹൈഡ്രോകാർബണിന്റെ പേരുണ്ട്, അത് മീഥെയിൻ ആണ്. മീഥെയിൻ, അതായത് CH4. വിച്ച് ആറ്റം റീപ്ലേസസ് ഹൈഡ്രജൻ ഇൻ ദ ഹൈഡ്രോകാർബൺ. അപ്പൊ ഇവിടെ ഹൈഡ്രജനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജനെ മാറ്റിയത് ഏത് ആറ്റമാണ്? ക്ലോറിൻ ആണ് അവിടെ മാറ്റിയിരിക്കുന്നത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. അവിടെ ഉണ്ടായ പ്രൊഡക്റ്റിന്റെ പേരെന്ത്? അപ്പൊ ഇവിടെ മീഥെയിൻ ആയിരുന്നു. മീഥെയിൻ്റെ കൂടെ ക്ലോറിനും കൂടെ ചേർന്നിട്ട് അത് ക്ലോറോ മീഥെയിനായി മാറി. ക്ലോറോ മീഥെയിൻ CH3. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടുത്തെ ഈ ഹൈഡ്രജനെ മാറി പകരം ഇവിടെ ക്ലോറിൻ വന്നു. അപ്പോൾ ഹൈഡ്രജന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ക്ലോറിൻ. അപ്പോൾ ഒരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ മാറി മറ്റൊരു ഗ്രൂപ്പ് വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ മാറി ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നു. അപ്പോൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ ആറ്റം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് സ്റ്റെപ്പ് 3 and 4 and write IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. ഇവിടെ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്തു. സ്റ്റെപ്പ് 2 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സൺലൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ ദ റിയാക്ഷൻ ഓഫ് ഹൈഡ്രോകാർബൺ വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ. അതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. അപ്പോൾ അതായത് ഹൈഡ്രോകാർബണും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ പ്രസൻസ് ഓഫ് സൺലൈറ്റിലാണെങ്കിൽ ഓൾ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ഹൈഡ്രോകാർബൺസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ക്ലോറിൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം മാറ്റി അവിടെയെല്ലാം ക്ലോറിൻ വരും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ആദ്യം ഇവിടെ ഒരു ക്ലോറിൻ വന്നിട്ടുണ്ട്. വീണ്ടും സൺലൈറ്റും ആയിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ മാറിയിട്ട് അതിന് പകരം ഇവിടെ ക്ലോറിൻ. ഇതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 നമുക്ക് ആൻസർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 3 നടക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 2 വന്നത് നമുക്ക് ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ഇനി നമുക്ക് 2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കും. വീണ്ടും ഇവിടെ ഇത് ക്ലോറിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ആണ്. ഇനി ഇവിടെ ഹൈഡ്രജൻ ആണ് ആദ്യം ഉള്ളത്. ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഇത് മാറി ഇവിടെ ക്ലോറിൻ ആവും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 2 സംഭവിച്ചത്, അതിന്റെ പേര് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ഇത് ക്ലോറോമീഥെയിനാണ്. അത് മാറിയിട്ട് ഡൈക്ലോറോമീഥെയിൻ. ഇത് ഡൈക്ലോറോമീഥെയിൻ ആയിട്ട് മാറി. ക്ലോറോമീഥെയിൻ ഡൈക്ലോറോമീഥെയിനായി. ഇനി സ്റ്റെപ്പ് 3 സംഭവിക്കുന്നത് ഡൈക്ലോറോമീഥെയിൻ ആണ് ഇവിടെ ഉള്ളത്. ഡൈക്ലോറോമീഥെയിൻ. അപ്പോൾ ഇവിടെ ഒരു ക്ലോറിനും കൂടെ നമ്മളിപ്പോൾ കൊടുത്ത ഒരു ക്ലോറിനും കൂടെ ഇവിടെ വന്നു. അത് ട്രൈക്ലോറോമീഥെയിൻ. നമുക്ക് സ്റ്റെപ്പ് 4 പോകാം. ഇവിടെ സ്റ്റെപ്പ് 4 സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് സ്റ്റെപ്പ് 3 ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ ക്ലോറിൻ ഉണ്ട്. ഇത് ട്രൈക്ലോറോമീഥെയിൻ ആണ് നമുക്ക് സ്റ്റെപ്പ് 3 ട്രൈക്ലോറോ. ഇനി ഇവിടെ വീണ്ടും ഈ ഹൈഡ്രജൻ ആറ്റത്തിന് മാറ്റം വന്നിട്ട് അതും ക്ലോറിൻ ആണ്. ഇത് ചെയിൻ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ 4 സ്ഥലത്തും ക്ലോറിൻ. അപ്പോൾ 4 സ്ഥലത്തും ക്ലോറിൻ വരുമ്പോൾ ഇതിന്റെ പേര് ടെട്രാക്ലോറോമീഥെയിൻ.
ഇതിന്റെ IUPACനെയും ടെട്രാക്ലോറോമീൻ ക്ലോറോമീഥേൻ എന്നാണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ് വെൻ ഈതെയ്ൻ CH3 or C2H6 സെയിം സാധനം തന്നെ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ, റൈറ്റ് ഇക്വേഷൻസ്. അപ്പം ഈതെയ്ൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതൊക്കെ, അതിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ CH3 റിയാക്ട് വിത്ത് ക്ലോറിൻ. അപ്പോൾ ഓരോ നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം, ബാക്കി എഴുതി പോയാലും മനസ്സിലാവും. പ്ലസ് Cl, ഇവിടെ സൺലൈറ്റ്. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഇവിടെ ഇത് ഈ ഈതെയ്ൻ തന്നെ ഇവിടെ വരുമ്പോൾ സൺലൈറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ ഇവിടുത്തെ എച്ച്, ഇവിടെ എച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഈ എച്ച് മാറി ഇവിടെ പ്ലസ് HC. ഇതിൻ്റെ CH3Cl2 ആണ്. Cl2 CH3 CH2Cl പ്ലസ് HC. 1 2 3 എടുക്കാൻ പറ്റില്ല, ഈതെയ്നാണ്. ഈ ക്ലോറിന് ഒന്നാം സ്ഥാനം. 2 പേര് എഴുതാൻ വേണ്ടിയാണെങ്കിൽ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ സംഭവം തന്നെ. അപ്പോൾ ഇത് 1 ക്ലോറോ ഈതെയ്ൻ, 1 ക്ലോറോ. ഇനി അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഓർഡർ പ്രോഡക്ട്സ് എഴുതാം, സ്ട്രക്ചർ വരയ്ക്കുന്നില്ല തുടർന്നുണ്ട്. കാരണം ഈ പേര് എഴുതിയാൽ തന്നെ സ്ട്രക്ചർ വരയ്ക്കാൻ, ആ സ്ട്രക്ചർ എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എഴുതാണ്. അപ്പോൾ ഇതേപോലെ എഴുതിപ്പോയി ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഇനി പേര് മാത്രമേ എഴുതുന്നു. ഇപ്പോൾ CH3 എന്നാൽ C3 കണ്ടാൽ ഈ സിയുടെ ഇവിടെ ഒരു 3 ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ പേര് മാത്രം എഴുതി പോകും. അതിൽ രണ്ടാമത്തെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന 1 ക്ലോറോ ഈതെയ്ൻ ആണ്. അപ്പോൾ അത് CH3 നേരത്തെ കിട്ടിയത് CH2Cl, CH3CH2Cl, ഇനി വീണ്ടും പ്ലസ് Cl2. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് CH3 പ്ലസ് HC, ഒരു Cl വന്നു. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് 2 ക്ലോറിൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് 1,1 ഡൈക്ലോറോ ഈതെയ്ൻ. ഇനി അതിൽ മൂന്നാമത്തെ ഈ 1,1 ഡൈക്ലോറോ ഈതെയ്ൻ്റെ കൂടെ വീണ്ടും Cl2 ചെയ്യും. CH3CHCl ഉണ്ട് പ്ലസ് Cl2, വീണ്ടും ക്ലോറിൻ വന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് CH3Cl. അപ്പോൾ ഇവിടെ ഒരു Cl വരുന്നു, ഇവിടെ Cl വരുന്നു, പ്ലസ് HCl. അപ്പോൾ ഇത് 1,1 ട്രൈക്ലോറോ ഈതെയ്ൻ, 1,1 ട്രൈക്ലോറോ ഈതെയ്ൻ. ഇതിൽ നാലാമത്തെ 1,1 ട്രൈക്ലോറോ ഈതെയ്ൻ ആണ്. നമുക്ക് ഇതിങ്ങനെ തുടർന്ന് പോകുന്നു, ഓരോ സ്ഥാനത്തും ക്ലോറിൻ വന്ന് ഇനി വരുന്നത് നമുക്ക് 1,2 ഡൈക്ലോറോ ഈതെയ്ൻ. അതിനുശേഷം അത് 1,1,2 ട്രൈക്ലോറോ ഈതെയ്ൻ, അതുപോലെ 1,1,2,2 ടെട്രാക്ലോറോ ഈതെയ്ൻ, 1,1,1,2,2 പെൻഡാക്ലോറോ ഈതെയ്ൻ. അങ്ങനെ അവസാനം ഇവിടെ എല്ലാ സ്ഥാനത്തും ക്ലോറിൻ ആറ്റം, ഹൈഡ്രജൻ മാറി എല്ലാ സ്ഥാനത്തും ക്ലോറിൻ വരുന്നതുവരെ ഇത് തുടരും. അപ്പോൾ ലാസ്റ്റത്തെ ഇടയ്ക്ക് ഇങ്ങനെ തുടർന്ന് പോവുകയാണ്, അതുകൊണ്ട് ഞാനത് മൊത്തം എഴുതുന്നില്ല. അവസാനം കിട്ടും പ്ലസ് HCl. ഞാൻ ഓരോന്നും എടുത്ത് വരയ്ക്കാത്തത് കാരണം ഇതെല്ലാം ഓരോ റിയാക്ഷനിലും ഈ ക്ലോറിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലോറിൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രജൻ മാറി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ ഹൈഡ്രജൻ മാറി ഹൈഡ്രജന് പകരം ഓരോ സ്ഥാനത്തും ക്ലോറിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്ലോറിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ 2-3 കേസിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം എഴുതാത്തത്. അപ്പോൾ ഇത് അവസാനം വരുമ്പോൾ എല്ലാ സ്ഥാനത്തും ഇവിടെ ക്ലോറിൻ ആയി, അതുവരെ ഇത് തുടരും. അപ്പോൾ അവസാനത്തെ ഇതിൻ്റെ പേര് 1,1,1. അതായത് ഒന്നാമത്തെ സ്ഥാനത്ത് 1, 2, 3 ക്ലോറിൻ ആറ്റം ഉണ്ട്. ഈ രണ്ടാമത്തെ സ്ഥാനത്തും അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ 2, 2, അപ്പോൾ 6 ക്ലോറിനായി. ഹെക്സാക്ലോറോ ഈതെയ്ൻ ഇതുവരെ തുടരുന്നു. ഇനി അടുത്ത അഡീഷണൽ റിയാക്ഷൻ ആണ് നമുക്ക് അടുത്ത വീഡിയോ.